ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോണ അലിക്കാക്കുവിൻ്റെ അക്രിക്കടയ്ക്കാണ്. അവിടെ കുറച്ച് വാച്ച് വന്നിട്ടുണ്ട് പറഞ്ഞു. ഒന്ന് വെറുതെ ഒന്ന് നോക്കാമെന്ന് വെച്ച് പോകണം. ഒരു നീല വാച്ച് നോയ്സാണ് ഗൈസ്. നോയ്സിൻ്റെ ഉണ്ടായിരുന്നു. കൊള്ളാം. ഡിസ്പ്ലേ ഒന്നും പൊട്ടിയിട്ടില്ല. നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ശരിയാക്കാൻ പറ്റുമോ? ചാർജ് ചെയ്താൽ ശരിയാവും. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഞാനിങ്ങനെ നോക്കണതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ ചെറുക്കൻ അതിൻ്റെ ഇടയ്ക്ക് കൈയിട്ട് മാറ്റുന്നുണ്ട് ഗൈസ്. ഓൻ എന്തൊക്കെ പെറുക്കുന്നുണ്ട്. എന്താണോ എനിക്കെന്ത് കിട്ടി? എയർടെലിൻ്റെ ഡിഷ്. അത് വേണ്ട. റേഡിയോ, പഴയ കാലത്തെ വിൻറ്റേജ് റേഡിയോ. വാവ് മാൻ, അതുപൊളി. നമ്മളെ ചെറുക്കൻ എന്താ തപ്പണെന്ന് ഓനിക്ക് തന്നെ അറിയില്ല. ഞാൻ തപ്പണേൻ്റെ ഇടയിൽ ഓനൊരു കുട്ടികളുടെ വാളൊക്കെ പൊട്ടി പിടിച്ച് വരുന്നുണ്ട്. ബാഹുബലി കളിക്കാണ് ചെറുക്കം. ബേക്കിൽ വർക്ക് തകൃതി നടക്കുന്നുണ്ട്. ഓനക്ക് പോസ് ചെയ്യണത്രേ. ഞാൻ പോസ് ചെയ്തോട്ടെ. അങ്ങനെ തന്നെ അയ്യ. ഉസാറായിക്കണേ ചെറുക്കുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ആ റേഡിയോയും വാച്ചും എടുത്തങ്ങനെ പോന്നു. ഇത് പോയിട്ട് ശരിയാക്കൂല്ലേ? അപ്പോൾ വരുന്ന വഴിക്ക് എനിക്ക് ഇളനീർ ജ്യൂസ് കുടിക്കണം. എണ്ണ കുടിക്കാന്ന് നമ്മൾ മേടിച്ചു. നല്ല ഇളനീർ ജ്യൂസായിരുന്നു കേട്ടോ. തണുപ്പ് കുറവാണ്, പക്ഷെ ഉഷാറാണ്. ശരിക്കും അതിൻ്റെ ഇടയിൽ പോസ് ചെയ്യും കിട്ടാം. അടുത്ത് നമുക്ക് പോകാനുള്ള ഈ ആക്രിക്കടയ്ക്കാണ്. അവിടേക്ക് അങ്ങനെ ഞങ്ങൾ കയറി ചെന്നു. പക്ഷെ അവിടെ കൂടുതലും ഈ പുറത്തേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങളാണ്. കമ്പ്യൂട്ടർ പാർട്സ്, വണ്ടിയുടെ പാർട്സ് ഒക്കെ തച്ച് പൊളിച്ചിട്ട് അങ്ങനെ ഇട്ടിക്കുക. അവിടെ മാറ്റി വെച്ചണം കേട്ടോ കുറച്ച് സാധനങ്ങൾ. അതിൻ്റെ ഇടയിൽ ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറുക്കം പിന്നെയും തപ്പി ഒരു ലൈറ്റ് കണ്ടുപിടിച്ചിരിക്കണോ ഗൈസ്. ഇതെന്താ ബുള്ളറ്റിൻ്റെ ഇൻഡിക്കേറ്റർ എൻ്റെ CP സെറ്റിന് വെക്കാനാ. അതിൻ്റെ ഇടയിൽ ഞാൻ തപ്പിയപ്പോൾ ഒരു ചെറിയൊരു സുനാപ്പി കിട്ടി. എന്താ ഫാനാണ് തോന്നുന്നു. ഫാനാണോ അറിയണവർ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതെന്താ സംഭവം? അപ്പം ഞാൻ അതും എടുത്തു. അപ്പോഴും നമ്മൾ ചെക്കൻ തപ്പിക്കൊണ്ടിരിക്കും. എനിക്ക് ഇതിൽ കിട്ടുമോ നോക്കാം. അതൊക്കെ ഉണ്ടോ പഴയ സാധനങ്ങളാണ്. ബാറ്ററിയിൽ ഓടുന്ന വിൻറ്റേജ് TV ആണത്. റേഡിയോകൾ കുറേ ഉണ്ട്.